അസ്സലാമലൈക്കും. ഇന്ന് പൊളിച്ചക്ക് മമ്പയറും ചതുരപ്പയറും ചോറും ആയിരുന്നു കേട്ടോ. ഇന്ന് ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നല്ല മഴയാണ്. അങ്ങനെ ആ മഴയത്ത് ചായ കടി ഉണ്ടാക്കാൻ തീരുമാനിച്ച്. അപ്പോൾ ഫ്രോസൺ ഫുഡ്സിൽ സമൂസ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സാധാരണ ഉണ്ടാക്കിയ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഉള്ളി ഉപ്പൊക്കെ ഇട്ട് വഴറ്റി ഒന്ന് മഞ്ഞ കളർ ആയപ്പോൾ അതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ഇട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മാജിക് മസാല അല്ലേ മാഗീൻ്റെത്, അത് ആഡ് ചെയ്ത് കൊടുത്ത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മാജിക് മസാല യൂസ് ചെയ്യുന്നത്. ഈ വട്ടം ഷോപ്പിങ്ങിന് പോയപ്പം അവിടെ അപ്പം അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പം എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും അറിയില്ല, ഒരു പരീക്ഷണമാണ്. അങ്ങനെ മാജിക് മസാല ഇട്ടൊന്ന് നല്ല ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഷ്രെഡ് ചെയ്തിട്ടുള്ള ചിക്കനും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ എന്താ വരികയെന്ന്. അപ്പം ഈ മാഗി മസാല എനിക്ക് കുറച്ച് സോൾട്ടി ആയിട്ടാണ് ഫീൽ ചെയ്യല്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ മാജിക് മസാലയും ചിലപ്പം സോൾട്ടി ആവാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് ലെമൺ ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് തീരെ ഒരു എരിവില്ല ഉണ്ടാവില്ല വിചാരിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഈ മസാല സമൂസ ഷീറ്റിലോട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിനി സമൂസ ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് വലിയ 2-3 സമൂസയും റോൾ ചെയ്തെടുത്ത് ഇനി അത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. ഇനി അതിൻ്റെ പൊരിക്കാൻ നേരത്തെ എടുക്കാം. ഇനി ഞാനൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അരി കുതിർത്ത് ഇടാനൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായി. അപ്പം മൈദദോശ വെച്ച് ലെയർ ചെയ്തിട്ട് ഒരു കടി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഓയിലിൽ ഉള്ളി വഴറ്റിയെടുത്ത് അതിൽ ഒന്ന് വഴണ്ട് വന്നപ്പം അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കി. അങ്ങനെ അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഭയങ്കരമായിട്ട് വഴണ്ട് വരണ്ട, കുറച്ച് കടിക്കാനുള്ള പോലെ വേണ്ടതുകൊണ്ട് അതിലേക്ക് ചിക്കനും ആഡ് ചെയ്ത് കൊടുത്ത് വേഗം. എന്നിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇളക്കിയെടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് റെഡിയായി. അത് കഴിഞ്ഞപ്പം ഒരു കിണ്ണെടുത്തിട്ട് അതിന് നന്നായിട്ട് എണ്ണ തൂക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് മൈദദോശ ചുട്ടെടുത്തിട്ട് കിണ്ണത്തിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ മസാല കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെയും മൈദദോശ ചുട്ടത് ഒരു ഹാഫ് കുക്കായ മൈദദോശയാണ് കേട്ടോ. അങ്ങനെ മൈദദോശ പിന്നെ മസാല മൈദദോശ അങ്ങനെ ഒരു ഏകദേശം 4-6 ലെയറോളം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് മൈദദോശ കമത്തിയാണ് ഏറ്റവും അവസാനത്തെ ലെയറിന് ഇട്ട് കൊടുത്ത് എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് മാവ് ആ സൈഡ് കൂടിയും ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമും കൊണ്ട് അരിപ്പൊടിയൊക്കെ റെഡിയാക്കി എടുത്തും വെച്ച് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പിടിയും ഉണ്ടാക്കുന്നുണ്ട്. നൂൽപുട്ടിന് വേണ്ടി തേങ്ങ അരച്ചിട്ടുള്ള ചെറുപയറും പിന്നെ കടികളും ഒക്കെ റെഡി ആയിട്ടുണ്ടായി. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്തേക്ക് ആ ലെയറായി ഉണ്ടാക്കിയ ഇറച്ചീൻ്റെ കടിയും കറിയും കടികളും പിന്നെ നൂൽപുട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ചിക്കൻ കറിയാണ്, പിടിക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. ചിക്കൻ കറിയും അങ്ങനെ പിടിയും റെഡി ആയിട്ടുണ്ടായി. പിന്നെ കട്ട് ഫ്രൂട്ട്സും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്ത് ആ ലെയറായിട്ടുള്ള കടിയും ഉന്നക്കായും സമൂസയും പിന്നെ അന്ന് ഉണ്ടാക്കിയ ബ്രെഡിൻ്റെ ഉണ്ടായി. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ചെറുപയറേറിയും നൂൽപുട്ടും കഴിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.